അതിന് പുറമെയാണ് ജൈവമാലിന്യം സംസ്കരിക്കാനുള്ള CBG പ്ലാന്റ്. കൊച്ചിയിലെ പ്ലാന്റ് പണി പൂർത്തിയായി. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യവാരമോ ഉദ്ഘാടനം ചെയ്യും. ട്രയൽ റണ്ണും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ PPP മാതൃകയിലുള്ള പ്ലാന്റ് ഡിസംബറോടുകൂടി പ്രവർത്തന സജ്ജമാവും, നിർമ്മാണം പൂർത്തിയാവും. കോഴിക്കോട്ടെ CBG പ്ലാന്റിന് BPCLുമായിട്ട് MOU 28-ാം തീയതി ഒപ്പുവെച്ച് കഴിഞ്ഞു. അവിടെ ഉടൻ നിർമ്മാണം ആരംഭിക്കും. തിരുവനന്തപുരത്തെ പ്ലാന്റിനും ഇപ്പോൾ അനുമതി BPCLുമായിട്ട് ധാരണയായി കഴിഞ്ഞു. അതും ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു പുറമെ തൃശ്ശൂർ കോർപ്പറേഷൻ PPP അടിസ്ഥാനത്തിൽ CBG പ്ലാന്റ് ആരംഭിക്കുന്നുണ്ട്. കൊല്ലത്തും BPCLുമായി ചേർന്ന് CBG പ്ലാന്റ് ആരംഭിക്കും. അതിനു പുറമെ ചങ്ങനാശ്ശേരിയിലും വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പൂർത്തിയായ ഒന്നും ഡിസംബറിൽ പൂർത്തിയാവാനിരിക്കുന്നതും അടക്കം 7 പ്ലാന്റുകൾ കേരളത്തിൽ വരും. അപ്പം അത് കേരളത്തിലെ ജൈവമാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഉതകുന്നതാണ് എന്നാണ് കാണുന്നത്. അതോടൊപ്പം ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കാനുള്ള ചില നടപടികളും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഉറവിട മാലിന്യത്തിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോവുകയല്ല ചെയ്യുന്നത്. പക്ഷെ അത് മാത്രം മതിയാവില്ല. അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേസ്റ്റ് ജനറേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളൊരു സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയത് 26.5% വീടുകളിൽ മാത്രമാണ് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ളത് എന്നതാണ്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പാണ് നിൽക്കുന്നത്, 74%. അപ്പോൾ എല്ലാം കേന്ദ്രീകൃത പ്ലാന്റുകൾ കൊണ്ട് മാത്രം നിറവേറ്റുക എന്നതല്ല, വീടുകൾ കേന്ദ്രീകരിച്ച് ഉറവിട മാലിന്യ സംസ്കരണത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. എന്നാൽ ഇപ്പോൾ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിൻ്റെ മാലിന്യം സംസ്കരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്രീകൃത പ്ലാന്റുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രോപ്പർട്ടി ടാക്സിൽ 5% ഇളവ് കൊടുക്കാനുള്ള അനുമതി കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അക്കാര്യത്തിൽ വിവിധ അസോസിയേഷനുകളുമായി ചർച്ച നടത്തി അവരെല്ലാം ആ നിർദ്ദേശത്തോട് യോജിക്കുകയാണ് ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺസ് ചേംബർ, മേയേഴ്സ് കൗൺസിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി. അത് നല്ല നിർദ്ദേശമാണ് എന്ന അഭിപ്രായം ആണ് പൊതുവിൽ ഉയർന്നു വന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉത്തരവ് സർക്കാർ ഉടൻ പുറപ്പെടുവിക്കും. 5% നികുതി ഇളവ് പ്രോപ്പർട്ടി ടാക്സിൽ കൊടുക്കാനാണ്. അതിൻ്റെ ഒരു അനുഭവം നോക്കി തുടർന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ പിന്നെ സ്വീകരിക്കാം. ഇപ്പോൾ 26% മാത്രമേ ഉള്ളൂ എന്നതാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ 26% എന്നുള്ളത് ഒരു 10 കൊല്ലം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഉള്ളൊരു മാറ്റമാണ് തീർച്ചയായിട്ടും. രണ്ടാമത്തൊരു കാര്യം, ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ്റെ CMD ഇവിടെ ഉണ്ട്. വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിവറേജസ് കോർപ്പറേഷൻ. കാരണം 70 കോടി കുപ്പികളാണ്, ബെവ്കോയുടെ മദ്യക്കുപ്പികളാണ് ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നത്. 70 കോടിയാണ്. അപ്പം അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു. അത് പൂർണ്ണമായും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റുക എന്നത് ഒറ്റയടിക്ക് സാധ്യമായൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് പ്രീമിയം കാറ്റഗറിയിൽ 800 രൂപയ്ക്ക് മുകളിലുള്ള 800 രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും. ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ബോട്ടിലിനും 20 രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും. ബോട്ടിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ QR കോഡ് പതിപ്പിച്ചതായിരിക്കും. അത് തിരിച്ചെത്തിച്ചാൽ ഈ 20 രൂപ തിരിച്ചു കൊടുക്കും. ആ സംവിധാനം സംബന്ധിച്ചൊരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ
ഇപ്പോൾ ഈ 70 കോടി ബോട്ടിലുകളിൽ ഒരു 80% പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ 56 കോടിയെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത്രയും സാധനം ഇപ്പോൾ തെരുവിൽ വലിച്ചെറിയപ്പെടുന്നതിന് പരിഹാരമുണ്ടാക്കാൻ പറ്റും. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ, എന്നിട്ട് ചോദ്യങ്ങളാവാം. അപ്പോൾ ബാക്കി ഗ്ലാസ് ബോട്ടിലുകളാണ്. അപ്പോൾ ഇതിൽ തീർന്നില്ല. 70 കോടി പ്രതിവർഷം. അപ്പോൾ ഇതിന് പൈലറ്റ് സെപ്റ്റംബർ മാസത്തിൽ ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്നിട്ട് പൈലറ്റ് ആരംഭിക്കും. തിരുവനന്തപുരം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് പൈലറ്റ് ആരംഭിക്കുക. ജനുവരി മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും ഇത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പാക്കും. അപ്പോൾ അതൊരു വലിയ മാറ്റം നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ കുറയ്ക്കുന്നതിൽ സഹായിക്കും. ഇത് അധികമായിട്ട് ഈടാക്കുന്നതല്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിക്ഷേപമായി ഡെപ്പോസിറ്റായിട്ട് വാങ്ങുന്നു. കുപ്പി തിരിച്ചെത്തിച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കും. അതാത് ഔട്ട്ലെറ്റുകളിൽ തിരിച്ചെത്തിക്കണം. അപ്പോൾ വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കാൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് 20 രൂപ വെച്ചത്. നിസ്സാര പൈസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കും, വിലയല്ല, തിരിച്ചു കൊടുക്കുന്ന ഡെപ്പോസിറ്റാണ്. ഇത് തമിഴ്നാട് നടപ്പാക്കുന്നുണ്ട്. ഏത് കുപ്പിക്കെന്നാ പറഞ്ഞത്? എല്ലാ കുപ്പിക്കും, ഏത് കുപ്പിക്കും. കുപ്പിയാണ് നമ്മുടെ പ്രശ്നം, അതിൻ്റെ അളവല്ല. തീർന്നില്ല, ഇനി കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. തീർന്നില്ല. നമുക്ക് ചോദ്യങ്ങളെല്ലാം എടുക്കാം. പിന്നെ ഇ വേസ്റ്റ് കളക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭകളിൽ. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ നഗരസഭകളിൽ ആരംഭിച്ചു. സെപ്റ്റംബർ മുതൽ ഇത് സംസ്ഥാന വ്യാപകമായിട്ട് ഇ വേസ്റ്റ് കളക്ഷൻ ആരംഭിക്കും. ഇ വേസ്റ്റ് കളക്ഷൻ്റെ പ്രത്യേകത ഇത് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഹരിതകർമ്മസേന വില കൊടുത്താണ്, നിശ്ചയിച്ചിട്ടുള്ള വിലയുണ്ട്, അത് കൊടുത്താണ് ഇ വേസ്റ്റ് കളക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ പൈലറ്റ് ഈ ജില്ലകളിലൊക്കെ നടപ്പാക്കി നഗരസഭകളിൽ. ഇനി എല്ലാ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ കേരളം മുഴുവൻ നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മുതൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണവും ശുചിത്വവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കൊരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുകയാണ്. 1500 രൂപയുടെ ഒരു സ്കോളർഷിപ്പ്, നമ്മുടെ USS സ്കോളർഷിപ്പിന് സമാനമായ തുകയാണ്. അങ്ങനെ സ്കോളർഷിപ്പ് ഒരു 50,000 വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. ചുരുങ്ങിയത് ഒരു പഞ്ചായത്തിൽ 50 പേർ, മുനിസിപ്പാലിറ്റിയിൽ 75 പേർ, ചുരുങ്ങിയതല്ല 50 പേർ പഞ്ചായത്തിലും 75 പേർ മുനിസിപ്പാലിറ്റിയിലും 100 പേർക്ക് കോർപ്പറേഷനിലും കൊടുക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിൽ കൂടാൻ പാടില്ല.